ഹായ് ഓൾ, റോണ്ട ബെണ്ണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 17ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മാന്ത്രിക ചെക്കിനെ കുറിച്ചാണ്. ഈ മാന്ത്രിക പ്രപഞ്ചത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളോ യാദൃശ്ചികതകളോ ഇല്ല. ഒരാൾ സംഭവിക്കണമെന്ന് ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതായത് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി നിങ്ങൾ ഏതെങ്കിലും നിഷേധാത്മക സാഹചര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ പഴയ അവസ്ഥയെ ഇല്ലാതാക്കി പുതിയ അവസ്ഥ സൃഷ്ടിക്കപ്പെടും. ഇതിനർത്ഥം പണമില്ലാത്ത അവസ്ഥയേക്കാൾ പണത്തിന് നന്ദിയായിരിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ എത്തിക്കുമ്പോൾ പണമില്ലായ്മ ഇല്ലാതാവുകയും പുതിയൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കൂടുതൽ പണമുള്ളൊരവസ്ഥയായി മാന്ത്രികതയിലെന്ന പോലെ ഇത് മാറ്റപ്പെടും. പണത്തെക്കുറിച്ചുള്ള എല്ലാ മോശം വിചാരങ്ങളും നിങ്ങളെ പണത്തിൽ നിന്ന് അകറ്റും. ജീവിതത്തിൽ പണത്തിൻ്റെ അളവിനെ കുറയ്ക്കും. പണത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങളത് കുറച്ചുകൊണ്ട് വരികയാണ്. അസൂയ, നിരാശ, വിഷമം, ഭയം എന്നിവ പോലുള്ള വികാരങ്ങൾ പണത്തെപ്പറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ പണം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ആകർഷണ നിയമപ്രകാരം ഒരേ കാര്യങ്ങളാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ആവശ്യത്തിന് പണമില്ലെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് പണമില്ലാത്ത സാഹചര്യങ്ങൾ കൂടുതലായി നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പണത്തെ ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ അത്തരം വിഷമകരമായ സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാകും. പണമില്ലാത്ത അവസ്ഥയെ ഭയന്നാൽ പണത്തെപ്പറ്റി ഭയന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എത്ര പ്രയാസകരമായ അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തെ അവഗണിക്കുക. അതായത് കറൻറ്റ് റിയാലിറ്റിയെ. പണമില്ലാത്ത എന്തെങ്കിലും അവസ്ഥ നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നന്ദിയാണ് അതിനുള്ള ഉറപ്പായ പോംവഴി. നിങ്ങൾക്ക് പണത്തെപ്പറ്റി ഒരേ സമയം നന്ദിയോടെയും നിരാശയോടെയും ചിന്തിക്കാനാവില്ലല്ലോ. അതുപോലെ തന്നെ പണത്തിനോട് നന്ദിയും ഭയവും ഒരേ സമയം സാധ്യമല്ല. നിങ്ങൾ പണത്തിനോട് നന്ദിയോടെ ഇരിക്കുമ്പോൾ പണത്തെ നിങ്ങളിൽ നിന്നകറ്റുന്ന നിഷേധാത്മക ചിന്തകളും വികാരങ്ങളും നിങ്ങൾ സ്വയം നിർത്തും. നിങ്ങളിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരുന്ന കാര്യങ്ങളാകും നിങ്ങൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ലഭിച്ച പണത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിനും നിങ്ങൾ നന്ദി അർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിനായി നന്ദിയുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കും മുൻപ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും വരുന്ന വിവിധ വഴികളും മാർഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഓരോ തവണയും നിങ്ങളുടെ പണവും ഐശ്വര്യവും വർദ്ധിക്കുമ്പോൾ നിങ്ങൾ നന്ദിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളിലേക്കുള്ള സമ്പത്തിൻ്റെ ഒഴുക്ക് തന്നെ നിലയ്ക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ അതേ ഉൽപ്പന്നം നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൈവശമുണ്ടാവുകയും അവരത് ഉപയോഗിക്കാതിരിക്കുകയും നിങ്ങൾക്കത് സൗജന്യമായി നൽകാമെന്ന് വാക്കുതരികയും ചെയ്യുന്നു. നിങ്ങളൊരു യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ ഡിസ്കൗണ്ട് പാക്കേജിനെ പറ്റി കേട്ട് അത് സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ വായ്പാ സ്ഥാപനം പലിശ കുറയ്ക്കുമ്പോഴും നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ മികച്ച പാക്കേജ് നൽകുമ്പോഴും നിങ്ങളുടെ പണം മാന്ത്രികമായി വർദ്ധിക്കുന്നു. അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞേ മതിയാവും. പണം മിച്ചം പിടിക്കുന്നതിലൂടെ പണം ലഭിക്കാനുള്ള പരിമിതികളില്ലാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയം ലഭിക്കുന്നുണ്ടോ? ഈ സാഹചര്യങ്ങളിൽ ചിലത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആ സമയത്ത് ഒരുപക്ഷെ നിങ്ങളത് തിരിച്ചറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്തിരുന്നിരിക്കാം. നിങ്ങളത് ആകർഷിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നന്ദി നിങ്ങളുടെ ജീവിത രീതിയായി മാറുമ്പോൾ മാന്ത്രിക സാഹചര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ആകർഷിക്കുന്നു. പണമൊരു ഊർജമാണെന്നുള്ളത് നമ്മൾ അറിയാൻ തുടങ്ങുന്നു നന്ദിയുടെ ശക്തി കൊണ്ട്. ഒരുപാട് ആളുകൾ ഇതിനെ ഭാഗ്യം എന്ന് വിളിക്കും. എന്നാൽ ഇത് ഭാഗ്യമേ അല്ല, പ്രപഞ്ച നിയമമാണ്. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നതോ ചിലവേറിയ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടാകുന്നതോ നിങ്ങളുടെ നന്ദിയുടെ ഫലമായിട്ടാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നത് നിങ്ങളിൽ അത്യധികം സന്തോഷമുണ്ടാക്കും. നിങ്ങളുടെ സന്തോഷവും കൃതജ്ഞതയും ഒരുമിക്കുമ്പോൾ കൂടുതൽ സമൃദ്ധി നിങ്ങളിലേക്ക് ആകർഷിക്കത്ത വിധമുള്ള ശരിയായ കാന്തശക്തി നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിനായുള്ള ഇന്നത്തെ മാന്ത്രിക പരിശീലനം ഒരുപാട് പേർക്ക് അമ്പരിപ്പിക്കുന്ന ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ പരിശീലനത്തിനൊടുവിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ കൃതജ്ഞതാ ബാങ്കിൽ നിന്ന് ബ്ലാങ്ക് മാജിക് ചെക്ക് ലഭിക്കും. ഷുവറായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് ഈ ചെക്ക് എഴുതിയെടുക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും നിങ്ങളുടെ പേരും ഇന്നത്തെ തീയതിയും ചേർത്ത് ചെക്ക് പൂരിപ്പിക്കുക. ഒരു ബ്ലാങ്ക് ചെക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനായുള്ള കൃത്യമായ പണം തിരഞ്ഞെടുക്കുക. എന്തെന്നാൽ എന്തിനു വേണ്ടിയാണ് ആ പണം ചിലവഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ
ആ പണത്തിന് കൂടുതൽ കൃതജ്ഞത ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സ്വയം കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കുന്നതിനുള്ള ഉപാധിയാണ് പണം, എന്നാൽ അതല്ല അതിൻ്റെ അവസാന ഫലം. അതുകൊണ്ട് വെറുതെ പണത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അത്രയധികം നന്ദി ഉൾക്കൊള്ളാനാവില്ല. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സങ്കല്പിക്കുമ്പോഴും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും വെറുതെ പണത്തിനോട് നന്ദിയുള്ളവരായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കാനാകും നിങ്ങൾക്ക്. ഇന്നത്തെ പ്രാക്ടീസ് വളരെ രസകരവുമാണ്, എന്നാൽ മാജിക്കുമാണ്. അതായത് പുസ്തകത്തിൽ നിന്ന് മാന്ത്രിക ചെക്കിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുകയോ ചെക്ക് സ്കാൻ ചെയ്യുകയോ ആകാം. ഇഷ്ടം പോലെ മാന്ത്രിക ചെക്കുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. അതായത് ഗൂഗിളിലും കിട്ടും സെർച്ച് ചെയ്താൽ. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ തുക നിങ്ങളുടെ ആദ്യ മാന്ത്രിക ചെക്കിൽ എഴുതി തുടങ്ങാം. ചെറിയ തുക കിട്ടിയ ശേഷം അടുത്ത ചെക്കുകൾ മുതൽ തുക വർദ്ധിപ്പിച്ച് തുടങ്ങാം. ചെറിയ തുക കൊണ്ട് തുടങ്ങുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് മാന്ത്രികമായി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും നന്ദിയുടെ മാന്ത്രികത ഫലം കണ്ടുവെന്ന്. നിങ്ങൾ അനുഭവിക്കുന്ന നന്ദിയും സന്തോഷവും കൂടുതൽ വലിയ തുകകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിലെ സ്വയം ഉണ്ടാകും. അതായത് ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാന്ത്രിക ചെക്ക്, അതായത് നിങ്ങൾ എഴുതിയ ചെക്ക് ഇന്ന് നിങ്ങൾക്കൊപ്പം എടുത്ത് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ ഒട്ടിച്ചു വയ്ക്കുക. ഇന്ന് 2-ൽ കൂടുതൽ തവണയെങ്കിലും ഈ മാന്ത്രിക ചെക്ക് നിങ്ങളുടെ കൈകളിലെടുത്ത് ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിച്ച എന്തിനെങ്കിലും ഉപയോഗിച്ചതായി സ്വയം സങ്കല്പിക്കുക. അക്കാര്യത്തിൽ പരമാവധി നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുക. ശരിക്കും നമ്മുടെ ഫീലിംഗ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസത്തിൽ പലതവണ ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രാക്ടീസ് ഏറ്റവും സിമ്പിളായി ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എഴുതിയ മാന്ത്രിക ചെക്ക് നിങ്ങളുടെ പേരും ഇന്നത്തെ തീയതിയും എഴുതി പൂരിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക ചെക്ക് പിടിച്ച ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം ആ പണം ഉപയോഗിച്ച് വാങ്ങുന്നതായി സങ്കല്പിക്കുക. വിഷ്വൽ ചെയ്യുക. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞാൽ എന്നപോലെ സന്തോഷവും നന്ദിയും നിങ്ങൾ അനുഭവിക്കുക. മാന്ത്രിക ചെക്ക് നിങ്ങളോടൊപ്പം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കുക. കുറഞ്ഞത് 2-ലേറെ തവണയെങ്കിലും ചെക്ക് നിങ്ങളുടെ കൈകളിലെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ഇതിലെ പണം ഉപയോഗിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ ശരിക്കും ഇത് ചെയ്യുന്നതായി കരുതി നന്ദി പ്രകാശിപ്പിക്കുക. ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മാന്ത്രിക ചെക്ക് നിങ്ങൾ ദിവസവും കാണത്തക്ക വിധം ഒരു പ്രമുഖ സ്ഥാനത്ത് തന്നെ വയ്ക്കുക. ചെക്കിൽ കൊടുത്തിട്ടുള്ള തുക നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ തുകയ്ക്കനുസരിച്ചുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കിട്ടുകയോ ചെയ്താൽ പുതിയ തുക എഴുതിയ ചെക്ക് വീണ്ടും വയ്ക്കുക. എന്നിട്ട് വീണ്ടും ആ സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. വീണ്ടും ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കയ്യിൽ നിങ്ങളുടെ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി എന്ന് നിങ്ങൾ പറയുക. ഞാനിവിടെ ചെക്കിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഫോട്ടോ ഞാൻ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യുന്നതാണ്. അത് നോക്കി നിങ്ങൾക്ക് ഈ ഒരു മാന്ത്രിക ചെക്ക് എഴുതി ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ശേഷം തീയതി, നിങ്ങളുടെ പേര്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കറൻസിയിൽ പൂരിപ്പിക്കുക. എല്ലാവരും ഈ സിമ്പിൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു രസകരമായ പ്രാക്ടീസാണ്. ശരിക്കും നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇത്തരം പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടാത്ത ചിന്തകളും നമുക്ക് ഇല്ല എന്നുള്ള ആ ഒരു ചിന്തയും നമ്മളുടെ മനസ്സ് സമൃദ്ധിയിൽ നിറയുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സ് അത് നമ്മളിലേക്ക് സത്യമായ രീതിയിൽ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും. നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ കുറച്ചു നേരം അതിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ലൈഫിൽ ചിന്തിക്കുകയില്ല. നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഇത്തരം വീഡിയോസുകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പുതിയ ടെക്നിക്കുകളും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.